ജാസ്മിൻ ഷാ, ഇവിടെ ഇവിടെ വണ്ടാനത്തെ അന്വേഷണ റിപ്പോർട്ട് തയ്യാറാവുന്നുണ്ട് കേട്ടോ. അന്വേഷണ റിപ്പോർട്ടിൽ പറഞ്ഞത് ഡോക്ടർമാർക്ക് യാതൊരു പിഴവും സംഭവിച്ചിട്ടില്ല, ഡോക്ടർമാർ എല്ലാം ഗംഭീരമായി ചെയ്തു. അതിൽ ഈ പറയുന്ന സ്ക്രബ് നേഴ്സോ വേറെ ഏതോ ഒരു നേഴ്സോ, ആ നേഴ്സ് 2 ഓപ്പറേഷൻ ഒരുപോലെ പങ്കെടുത്തു. സിസ്റ്റം പരാജയമാണ്. പക്ഷേ മന്ത്രി പറയുന്ന പ്രോട്ടോകോൾ പാലിച്ചേ കേരളത്തിൽ എവിടെ ഓപ്പറേഷൻ നടത്തുന്നുള്ളൂ. അപ്പോൾ അപ്പോൾ ഇവിടെ പ്രോട്ടോകോൾ പാലിച്ചോ എന്ന് ചോദിച്ചാൽ മന്ത്രി അത് മാധ്യമങ്ങളുടെ മണ്ടയ്ക്ക് കയറും. പോട്ടെ, ജാസ്മിൻ ഷാ എഴുതി വെച്ചോ, വരാൻ പോകുന്ന അന്വേഷണ റിപ്പോർട്ട് ഏതോ ഒരു പാവൻ നേഴ്സ് കോച്ചിന്റെ തലയിൽ കെട്ടിവെച്ചോ അന്വേഷണ റിപ്പോർട്ടാ. എഴുതി വെച്ചോ ജാസ്മിൻ ഷാ. അല്ല, ഇത് സ്വാഭാവികമായിട്ടും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ്. ഏത് പ്രശ്നം വന്നാലും അവസാനം അത് പ്രതികരിക്കില്ല എന്ന് ഉറപ്പുള്ള ഒരു സമൂഹമായിട്ട് നഴ്സിംഗ് സമൂഹത്തെ കണ്ടുകൊണ്ട് അവരുടെ തലയിൽ കെട്ടിവെക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. പക്ഷെ അതിനു മുന്നേ എനിക്ക് മുന്നേ സംസാരിച്ച ഡോക്ടർ അരുൺ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. യഥാർത്ഥത്തിൽ സ്റ്റാഫ് നേഴ്സ് റേഷ്യോ എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഈ പറയുന്ന ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ കൃത്യമായി നടക്കും. നമ്മൾ നമ്പർ 1 നമ്പർ 2 എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്പർ 1 ആകണമെങ്കിൽ ഏറ്റവും മികച്ച പരിചരണം സാധാരണക്കാർക്ക് ലഭിക്കണമെങ്കിൽ രോഗികൾക്ക് ആനുപാതികമായിട്ടുള്ള സ്റ്റാഫ് റേഷ്യോ വേണം. ഇപ്പോൾ ഈ ഗവൺമെൻറ് സെക്ടറിൽ, ഇപ്പോൾ പ്രൈവറ്റ് സെക്ടറിലാണെങ്കിൽ ഒരു സ്ക്രബ് നേഴ്സിൽ കൂടാതെ ഒരു സർക്കുലേറ്റിംഗ് നേഴ്സും കൂടി ഉണ്ടാവും സർജറിയിൽ. ഇവിടെ ഗവൺമെൻറ് ആശുപത്രിയിൽ എനിക്ക് തോന്നുന്നു സർക്കുലേറ്റിംഗ് നേഴ്സ് എന്ന് പറയുന്ന പോസ്റ്റിൽ ആളേ ഇല്ല. അപ്പോൾ ഈ സ്ക്രബ് നേഴ്സ് നേരത്തെ ഇപ്പോൾ റിപ്പോർട്ടിൽ ഇപ്പോൾ ആഷ്മി പറഞ്ഞ പോലെ ഒരു നേഴ്സ് സ്ക്രബ് നേഴ്സിന് ഒരു പ്രൊസീജിയർ ചെയ്തുകൊണ്ട് അടുത്ത ടേബിളിലേക്ക് ഓടാം. ഇത് നമ്മുടെ റെസ്റ്റോറൻറ്റ് ക്യാൻറ്റീനൊന്നുമല്ലോ ഒരു സ്ഥലത്ത് ഭക്ഷണം കൊടുത്ത് ഉടനെ. കാരണം ഒരു സർജറിക്ക് കയറിയാൽ ആ സർജറി പൂർത്തീകരിച്ച ശേഷം വാഷിംഗ് കഴിഞ്ഞ ശേഷം അടുത്ത കേസിന് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു കാരണവശാലും ഈ നഴ്സുമാരെ സംബന്ധിച്ചിടത്തോളം കുറ്റം വരില്ല എന്ന് പറഞ്ഞാൽ സ്ക്രബ് നേഴ്സിൻ്റെ പ്രധാനപ്പെട്ട ജോലി സർജനാണ്, ഒരു ഓപ്പറേഷൻ ടീമിൻ്റെ ക്യാപ്റ്റൻ. അവർ ആവശ്യപ്പെടുന്ന എക്യുപ്മെൻറ്റ്സ് കൊടുക്കുക എന്നുള്ളതും ആ സർജൻ ആണ് ആ എക്യുപ്മെൻറ്റ് എവിടെ ഉപയോഗിക്കുന്നു, എവിടെ വയ്ക്കുന്നു, എന്ത് ചെയ്യുന്നു എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത്. അതിനുശേഷം ഈ സർജൻ തിരിച്ചു കൊടുക്കുന്ന സംഗതി സാധാരണഗതിയിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കാണെങ്കിൽ സ്ക്രബ് നേഴ്സും അതുപോലെ സർക്കുലർ നേഴ്സും കൃത്യമായിട്ട് സെറ്റിൻ്റെ മുന്നിൽ ചെക്ക് ലിസ്റ്റ് ഉണ്ടാവും. ആ ചെക്ക് ലിസ്റ്റ് പ്രകാരമുള്ള സംഗതി എടുത്തു വെച്ചോ എന്നുള്ളത് വെരിഫൈ ചെയ്യും. പക്ഷേ എൻ്റെ അറിവിൽ ഈ ഗവൺമെൻറ് ആശുപത്രിയിൽ അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഇവർ ഈ റിപ്പോർട്ടുമായി ഞാൻ പല മാധ്യമങ്ങളും കണ്ടത് ഡോക്ടർ ഒപ്പിട്ടു. അങ്ങനെ ഡോക്ടർ മാത്രമായിട്ട് ഒപ്പിടാനൊന്നും സാധിക്കില്ല. ഞാൻ പറയുന്നത് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ തെറ്റ് പറ്റിയെന്നുള്ളത്, കാരണം മനുഷ്യനാണ്, തെറ്റ് പറ്റാം. ആ തെറ്റിന് നമ്മൾ എന്താണ് എന്നുള്ളത് എൻ്റെ നടപടി സ്വീകരിക്കണം. പക്ഷേ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ കൃത്യമായ മാറ്റം വേണം. അത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വരെ വരണം എന്നുള്ളതാണ്. കാരണം പ്രൈവറ്റ് ഹോസ്പിറ്റലും ഇപ്പോൾ നേരത്തെ ഡോക്ടർ അരുൺ പറഞ്ഞ പോലെ 6 രോഗികൾക്ക് ഒരു നഴ്സ് എന്ന് പറയുന്ന അനുപാതത്തിലൊന്നും എവിടെയും നഴ്സുമാരില്ല. അല്ലെങ്കിൽ വെന്റിലേറ്റർ പേഷ്യൻറ്റോ 1:1 എന്ന് പറയുന്ന രീതിയിലൊന്നുമില്ല. കാരണം ഇവരെല്ലാം ഈ പറയുന്ന ഹെൽത്ത് കെയറിനെ വാടി പുകഴ്ത്തുക, ഇതിൻ്റെ പിന്നിൽ നടക്കുന്ന വലിയ കാര്യങ്ങൾ തിരിച്ചറിയാതിരിക്കുക. ഇപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കാണെങ്കിൽ ഒരു തെർമോമീറ്റർ വീണ് പൊട്ടിയാൽ പോലും അതിൻ്റെ പണം അവിടെ വർക്ക് ചെയ്യുന്ന നഴ്സുമാരിൽ നിന്ന് ഈടാക്കും. കാരണം ഒന്നും കൊണ്ടും വയ്യാത്ത ആളുകളാണ് സർക്കാർ ആശുപത്രികളെ സമീപിക്കുന്നത്. അപ്പോൾ അവിടെ പോലും കൈക്കൂലി വാങ്ങുന്നു. ഇതെല്ലാം പിടിക്കാനുള്ള സിസ്റ്റം ആരോഗ്യവകുപ്പിൽ ഇല്ലെങ്കിൽ ഇവിടെ എന്ത് സിസ്റ്റം ഉള്ളത്? അതെ, അതാണ് സിസ്റ്റം പരാജയം എന്ന് പറയുന്നത്. ആ സിസ്റ്റം പരാജയമാണ്, സിസ്റ്റം തകരാറാണ് ആരോഗ്യമന്ത്രി തന്നെ പറയുന്നത്. എന്നിട്ട് സിസ്റ്റം തകരാറ് ആരോഗ്യമന്ത്രി തന്നെ പറയുകയും ചെയ്യും. എന്നിട്ട് അതിൽ ചോദ്യങ്ങൾ വരുമ്പോഴേക്കും മാധ്യമങ്ങൾക്ക് എന്തോ മന്ത്രിയോട് കുശുമ്പാണെന്ന് പറയുകയും ചെയ്യും. പരിതാപകരം. ശ്രീ ബലദേവ് സച്ചിദാനന്ദൻ 5 പറഞ്ഞോളൂ ജാസ്മിൻ. 5 വർഷമായിട്ട് സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി പഠിച്ച ഡോക്ടർ ബലറാമൻ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യാത്ത ഒരു ആരോഗ്യമന്ത്രിയാണ് കേരളത്തിലുള്ളത്. പിന്നെ എങ്ങനെയാണ് ഇവിടെ സിസ്റ്റം നന്നാവുക? കാരണം ചിലപ്പോൾ മാനേജ്മെൻറ്റുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ടാവും, അവരുടെ വെൽഫെയർ നോക്കിയിട്ടുണ്ടാവും. പക്ഷേ ഒരു ജീവനക്കാരുടെയും വെൽഫെയർ നോക്കാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞങ്ങൾ ഇന്നലെ പോലും സമരത്തിലാണ്. എന്തിനാണ്? ഞങ്ങൾ 7 വർഷമായി ഞങ്ങൾക്ക് ശമ്പളമില്ല. 7 വർഷമായി ശമ്പള വർധനമില്ല. കൊറോണ വന്നപ്പോൾ, നിപ്പ വന്നപ്പോൾ മാലാഖവിളി മാത്രമല്ലാതെ മറ്റൊരു തരത്തിലുള്ള ആനുകൂല്യം കിട്ടാത്ത ഒരു സമൂഹം അവഗണിച്ചു വിടുന്നു. അതുകൊണ്ടാണ് ഈ നഴ്സുമാർക്കെതിരെ, കാരണം നഴ്സുമാർക്കെതിരെ ആക്ഷൻ എടുത്താൽ പ്രതികരണം രൂക്ഷമാകില്ല എന്നുള്ള ഒരു തിരിച്ചറിവ്. ഇപ്പോൾ ഡോക്ടർമാരൊക്കെ ആണെങ്കിൽ സമ്പൂർണ്ണമായി പണിമുടക്കിക്കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഫ്രോസൺ ചെയ്യപ്പെടും ആശുപത്രി. പക്ഷേ ഞങ്ങളങ്ങനെ ഫ്രോസൺ ചെയ്താൽ ഇവിടെ വരാൻ പോകുന്ന വലിയ ആരോഗ്യ ദുരന്തമായിരിക്കും എന്നുള്ളതുകൊണ്ടാണ് പലപ്പോഴും ഞങ്ങൾ സമരം നടത്തുമ്പോൾ 1/3 ആളുകളേക്ക് കൊടുക്കുന്നത്. കാരണം സമ്പൂർണ്ണമായിട്ട് ആളുകൾ ഉപേക്ഷിച്ച് പോകാൻ മടിയായിട്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.